കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കണം എന്നാവശ്യപ്പെട്ട് കണ്ണൂരിലും ഫ്ലക്സ് ബോർഡ്. കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇത് പിന്നീട് നീക്കം ചെയ്തു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്താണ് വിശദാംശങ്ങൾ? വേണു, കെ മുരളീധരനെ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് നമുക്കറിയാം. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ തൃശ്ശൂരിലെ കലാപം, അതിനുശേഷം അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിലേക്ക് വഴി തുറക്കാനുള്ള ചർച്ചകൾ, അതിൽ KPCC അധ്യക്ഷന്റെ പ്രതികരണം അടക്കം അദ്ദേഹം ആ പദവിയിലേക്ക് അടക്കം വരാൻ യോഗ്യനാണ് എന്ന പരാമർശം അടക്കം ഉണ്ടായിരുന്നു. ഏതായാലും KPCC അധ്യക്ഷന്റെ ജില്ലയായ കണ്ണൂർ സ്റ്റേഡിയം കോർണറിനോട് ചേർന്നും സ്റ്റേഡിയം പരിസരത്താണ് ഇങ്ങനൊരു ഫ്ലെക്സ് ബോർഡ് ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ടത്. പുലർച്ചയോടുകൂടി അത് നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് KPCC അധ്യക്ഷനായി KPCCയെ നയിക്കാൻ നായകൻ വരട്ടെ എന്താണ് അതിലെ പ്രധാനപ്പെട്ട പരാമർശം. അതിൽ കെ മുരളീധരനെ പുകഴ്ത്തിയുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്. അന്ന് വടകരയിൽ, പിന്നെ നേമത്ത്, ഇന്ന് തൃശ്ശൂരിൽ എന്നൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ യോഗ്യനായ ആ നേതാവാണ്, മതേതരത്വത്തിന് വേണ്ടി അചഞ്ചലമായി നിലകൊണ്ട നേതാവാണെന്നൊക്കെ പരാമർശിക്കുന്നു. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളും ഈ പാർട്ടിക്കൊപ്പമില്ല എന്ന പരാമർശമുണ്ട്. മതേതര കേരളത്തിൻ്റെ ഹൃദയമാണ് കെ മുരളീധരൻ എന്നൊക്കെ പുകഴ്ത്തുന്ന പോസ്റ്ററാണ്. പല സ്ഥലത്തും സമാനമായി കെ മുരളീധരനായുള്ള മുറവിളി പല തരത്തിൽ ഗ്രൂപ്പ് തലങ്ങളിൽ, സംഘടനയ്ക്കകത്ത്, പുറത്ത് അങ്ങനെയൊക്കെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് സജീവമായ ചർച്ചയ്ക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് KPCC അധ്യക്ഷന്റെ ജില്ലയിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.